ഹലോ, എൻ്റെ എല്ലാ പ്രിയ കുട്ടികൾക്കും FM മെഡോണ 39.25ലേക്ക് സ്നേഹസ്വാഗതം. പറയാം, പാടാം, കേട്ടു രസിക്കാം. നമ്മുടെ വിദ്യാലയത്തിൽ റേഡിയോ ആരംഭിച്ചിട്ട് കുറേ മാസങ്ങളായില്ലേ? കൃത്യമായി പറഞ്ഞാൽ 2025 ജൂലൈ 1. 8 മാസത്തോളം നീണ്ടുനിന്ന റേഡിയോ പരിപാടികളിൽ നിന്ന് ഒരു ചെറിയ വ്യത്യാസമുണ്ട് ഇന്നത്തെ 39.25 റേഡിയോ പരിപാടിക്ക്. എന്താണെന്നോ? ഇന്നത്തെ റേഡിയോ നിങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിക്കുന്നത് നിങ്ങളുടെ പ്രിയപ്പെട്ട അധ്യാപകരാണ്. സന്തോഷമായില്ലേ? ഈ റേഡിയോ കേട്ട് ആസ്വദിക്കാൻ എല്ലാവരും റെഡിയായിക്കോളൂ. ഞാൻ നിങ്ങളുടെ RJ ടീച്ചർ അമലീന. 8 മാസത്തോളം നീണ്ടുനിന്ന നമ്മുടെ ഈ യാത്ര താൽക്കാലികമായി ഇന്ന് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇത്തരത്തിൽ വേറിട്ട ഒരു പരിപാടി ആരംഭിക്കാനും നമ്മളിൽ മിക്കവരുടെയും ശബ്ദം എല്ലാവരും കേൾക്കാനും ഒത്തിരി അധ്യാപകരുടെ നല്ല പ്രയത്നം ഉണ്ടായിട്ടുണ്ട്. ഈ അവസരത്തിൽ FM മെഡോണ 39.25 ഒരു വിജയകരമാക്കാൻ ഒരുമിച്ച് നിന്ന എല്ലാവരെയും സ്നേഹത്തോടെ നന്ദിയോടെ ഓർക്കുന്നു. ഒപ്പം ഇത്തരം ഒരു റേഡിയോ പരിപാടിക്ക് വേണ്ടി ഒരുപാട് ആഗ്രഹിച്ച് മുൻകൈയെടുത്ത് നല്ല പ്രോത്സാഹനം നൽകി നമ്മെ നയിച്ച നമ്മുടെ പ്രധാന അധ്യാപിക സിസ്റ്റർ ശോഭിതയ്ക്ക് ഒരു ബിഗ് സല്യൂട്ട്. ഈ അവസരത്തിൽ സിസ്റ്റർ ശോഭിതയ്ക്ക് എന്താണ് നമ്മളോട് പറയാനുള്ളത് എന്ന് നമുക്കൊന്ന് കേട്ടു നോക്കിയാലോ? പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ, ഈ അക്കാദമിക് വർഷത്തിൻ്റെ ആരംഭത്തിൽ വലിയ പ്രതീക്ഷകളോടും സന്തോഷത്തോടും കൂടി ആരംഭിച്ച നമ്മുടെ സ്കൂൾ റേഡിയോയായ FM മെഡോണ 39.25 ഏതാണ്ട് 82 എപ്പിസോഡുകൾക്ക് പൂർത്തീകരിച്ചതിന് ശേഷം ഇന്ന് ഈ വർഷത്തെ സംപ്രേഷണത്തിന് താൽക്കാലിക വിരാമം കുറിക്കുകയാണ്. എന്നാൽ ഇതൊരു അവസാനമല്ല, മറിച്ച് പുതിയ തുടക്കത്തിനായുള്ള മനോഹരമായ ഒരിടവേളയാണ്. ഈ ഒരു വർഷം മുഴുവൻ നമ്മുടെ കുട്ടികൾ അവരുടെ കഴിവുകളും സർഗാത്മകതകളും ആത്മവിശ്വാസവും ഈ വേദിയിലൂടെ മനോഹരമായി പ്രകടിപ്പിച്ചു. ഗാനങ്ങൾ, ചിന്തകൾ, കഥകൾ, സന്ദേശങ്ങൾ, അവതരണങ്ങൾ എന്നിവയിലൂടെ ഓരോ കുട്ടിയും അവരുടെ ഉള്ളിലുള്ള അതുല്യമായ കഴിവുകളെ കണ്ടെത്തുകയും വളർത്തുകയും ചെയ്തു. FM മെഡോണ ഒരു റേഡിയോ പരിപാടി മാത്രമായിരുന്നില്ല, അത് കുട്ടികൾക്ക് അവരുടെ ശബ്ദം ലോകത്തോട് പങ്കുവയ്ക്കുവാൻ സാധിച്ച ഒരു ആത്മവിശ്വാസത്തിൻ്റെ വേദിയായിരുന്നു. ഈ മഹത്തായ സംരംഭത്തിന് നേതൃത്വം നൽകിയ എല്ലാ അധ്യാപകരോടും ഞാൻ ഹൃദയം നിറഞ്ഞ നന്ദിയും അഭിനന്ദനവും രേഖപ്പെടുത്തുന്നു. നിങ്ങളുടെ സമർപ്പണവും പ്രോത്സാഹനവും കൊണ്ടാണ് നമ്മുടെ കുട്ടികൾക്ക് ഈ മനോഹരമായ അനുഭവം ലഭിച്ചത്. അതോടൊപ്പം ഈ പരിപാടിയിൽ പങ്കെടുത്ത ഓരോ കുട്ടിയെയും ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു. നിങ്ങളുടെ ധൈര്യവും ആത്മവിശ്വാസവും സൃഷ്ടിപരമായ കഴിവുകളും നമുക്കെന്നും അഭിമാനത്തിൻ്റെ നിമിഷങ്ങളായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ, FM മെഡോണ നിങ്ങൾക്ക് നൽകിയ ഈ അനുഭവം നിങ്ങളുടെ ജീവിതത്തിലെ ഒരിക്കലും മറക്കാനാവാത്ത ഒരു സുന്ദരമായ ഓർമ്മയായി മാറട്ടെ. നിങ്ങളുടെ ഉള്ളിലെ കഴിവുകളെ കണ്ടെത്താനും വളർത്താനും ഇത് നിങ്ങളെ കൂടുതൽ പ്രചോദിപ്പിക്കട്ടെ. ഇന്ന് നാം ഇത് താൽക്കാലികമായി നിർത്തിവയ്ക്കുമ്പോഴും വരാനിരിക്കുന്ന പുതിയ അക്കാദമിക് വർഷത്തിൽ കൂടുതൽ ഉത്സാഹത്തോടും പുതുമകളോടും കൂടി FM മെഡോണ 39.25 വീണ്ടും ആരംഭിക്കണമെന്ന പ്രതീക്ഷയോടെ നാം മുന്നോട്ട് നോക്കുകയാണ്. എല്ലാ കുട്ടികൾക്കും ഈ സംരംഭത്തിന് പിന്തുണ നൽകിയ അധ്യാപകർക്കും സഹകരിച്ച എല്ലാവർക്കും വീണ്ടും ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. ദൈവം നമ്മളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നന്ദി. പ്രിയ കുഞ്ഞുങ്ങളെ, റേഡിയോ എന്നത് ഒരു ശബ്ദം മാത്രമല്ല, ഹൃദയത്തിൽ നിന്നും ഹൃദയത്തിലേക്കുള്ളൊരു ബന്ധമാണ്. നമ്മൾ ഒരുമിച്ച് പഠിച്ചു, ചിന്തിച്ചു, വളർന്നു, ചിലപ്പോൾ ചിരിച്ചു, ചിലപ്പോൾ ജീവിതത്തിന് പുതിയ പുതിയ അർത്ഥങ്ങൾ കണ്ടെത്തി. ഈ ഒരു വർഷം നമ്മളെ പഠിപ്പിച്ച വലിയ പാഠം എന്താണെന്നറിയുമോ? ചെറിയ വാക്കുകൾക്കും വലിയ മാറ്റങ്ങൾ, നല്ല മാറ്റങ്ങൾ നമ്മിലും മറ്റുള്ളവരിലും ഉണ്ടാക്കാനാകും എന്നതാണ്. അതെ, ഈ റേഡിയോ നമുക്ക് തന്നതും ഈ മാറ്റമാണ്. സ്നേഹത്തിൻ്റെ, സഹകരണത്തിൻ്റെ, സന്തോഷത്തിൻ്റെ, നന്മ നിറഞ്ഞ മാറ്റങ്ങൾ. നമ്മുടെ റേഡിയോ ആരംഭിച്ചത് മുതൽ ഈ ദിനം വരെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു,
പങ്കുവെച്ചു. സൗഹൃദത്തെക്കുറിച്ച്, പരീക്ഷയെയും ആത്മവിശ്വാസത്തെയും കുറിച്ച്, നല്ല ആരോഗ്യശീലങ്ങളെക്കുറിച്ച്, പ്രത്യേക ദിനങ്ങളെയും ആഘോഷങ്ങളെയും കുറിച്ച്, നമ്മുടെ നാടിനെ, ഭാഷയെ, അതിൻ്റെ സംസ്കാരത്തെക്കുറിച്ച്, അങ്ങനെ 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 ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഒരുമിച്ച് ചിന്തിച്ചു, ഒരുമിച്ച് കേട്ടു, ഒരുമിച്ച് സംസാരിച്ചു, ഒരേ മനസ്സോടെ ആസ്വദിച്ചു, പരസ്പരം പ്രോത്സാഹിപ്പിച്ചു. അങ്ങനെ ഏറെ മനോഹരമായ ഈ യാത്ര നമ്മൾ പൂർത്തിയാക്കുമ്പോൾ കേട്ടതും മനസ്സിലാക്കിയതുമായ കാര്യങ്ങൾ ജീവിതത്തിലുടനീളം നമുക്കൊപ്പം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. FM മഡോണ 39.25 നമുക്ക് ലഭിച്ച നല്ല ചിന്തകൾ, മൂല്യങ്ങൾ കൈവെടിയരുത്, സ്വപ്നങ്ങൾ ഉപേക്ഷിക്കരുത്, ആത്മവിശ്വാസം നഷ്ടപ്പെടുത്തരുത്. നമ്മുടെ റേഡിയോ പറഞ്ഞതുപോലെ ചിന്തിക്കുക നല്ലത് മാത്രം, ചെയ്യുക മികച്ചത് മാത്രം, കണ്ണ് തുറന്ന് സ്വപ്നം കാണുക. ധൈര്യത്തോടെ അതിന് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. ಶ್ರಮಿക്കണം ഉറച്ച മനസ്സോടെ, ഉറച്ച ಚಿಂತೆಯೋടെ. ಹಾಯ್ ಮಕ್ಕಳೇ, ಎಲ್ಲರೂ ಹೇಗಿದ್ದೀರಿ? ಸೌಖ್ಯವಾಗಿದ್ದೀರಿ ಎಂದು ನಂಬುತ್ತೇನೆ. ಕಳೆದ ಹಲವು ದಿನಗಳಿಂದ ನಾವು ಮಧ್ಯಾಹ್ನ ಊಟದ ಬಳಿಕ ನಮ್ಮ ಶಾಲಾ ರೇಡಿಯೋ ಕಾರ್ಯಕ್ರಮದ ಮುಖಾಂತರ ಹಲವು ವಿಷಯಗಳನ್ನು ವಿವಿಧ ಭಾಷೆಗಳಲ್ಲಿ ಕೇಳಿದ್ದೇವೆ. ರೇಡಿಯೋ ಕಾರ್ಯಕ್ರಮ ಕೇವಲ ಮನೋರಂಜನೆಗೆ ಮಾತ್ರವಲ್ಲ, ಬದಲಾಗಿ ವಿವಿಧ ವಿಷಯಗಳ ಜ್ಞಾನ ಭಂಡಾರವನ್ನು ಹೆಚ್ಚಿಸುವಂಥ ಒಂದು ಮಾಧ್ಯಮವಾಗಿದೆ. ನಮ್ಮ ಪುಟಾಣಿ ಮಕ್ಕಳು ಕಳೆದ ಹಲವು ತಿಂಗಳಿಂದ ವಿವಿಧ ವಿಷಯಗಳ ಕುರಿತು ನಮಗೆ ತಿಳಿಸಿದ್ದಾರೆ. ನಾವು ಅದನ್ನು ಆಲಿಸಿದ್ದೇವೆ. ಇನ್ನು ನಮ್ಮ ಜೀವನದಲ್ಲಿ, ಕಲಿಕೆಯಲ್ಲಿ, ಅಗತ್ಯದ ಸಂದರ್ಭದಲ್ಲಿ ഉപയോഗിച്ചുകൊള്ളണം. കവിതകൾ നമ്മുടെ മനസ്സിൻ്റെ സുന്ദരമായ വികാരങ്ങൾ വാക്കുകളിലൂടെ പറയുന്ന ഒരു മായാജാലമാണ്. ഇപ്പോൾ നിഷ ടീച്ചർ ഒരു മനോഹരമായ കവിത ചൊല്ലാൻ എത്തുകയാണ്. നമുക്കെല്ലാവർക്കും ശ്രദ്ധയോടെ കേൾക്കാം, ആസ്വദിക്കാം. കുഞ്ഞേടത്തിയെ തന്നെയല്ലോ ഉണ്ണിക്കെന്നെന്നുമേറെ ഇഷ്ടം. കുഞ്ഞേടത്തിയെ തന്നെയല്ലോ ഉണ്ണിക്കെന്നെന്നുമേറെ ഇഷ്ടം. പൊന്നെ പോലത്തെ നെറ്റിയിലുണ്ടല്ലോ മഞ്ഞൾ വരക്കുറി ചാന്തുപൊട്ടും, മഞ്ഞൾ വരക്കുറി ചാന്തുപൊട്ടും. കുഞ്ഞേടത്തിയെ തന്നെയല്ലോ ഉണ്ണിക്കെന്നെന്നുമേറെ ഇഷ്ടം. കയ്യിലൊരൊറ്റ കുപ്പിവള, മുഖം കണ്ടാൽ കാവിലെ ദേവി തന്നെ. മടിയിലിരുത്തിയിട്ട് മാറോടു ചേർത്തിട്ട് മണിമണി പോലെ കഥ പറയും. മടിയിലിരുത്തിയിട്ട് മാറോടു ചേർത്തിട്ട് മണിമണി പോലെ കഥ പറയും. ആനയുടെ മയിലിൻ്റെ ഒട്ടകത്തിൻ്റെയും ആരും കേൾക്കാത്ത കഥ പറയും. ആനയുടെ മയിലിൻ്റെ ഒട്ടകത്തിൻ്റെയും ആരും കേൾക്കാത്ത കഥ പറയും. കുഞ്ഞേടത്തിയെ തന്നെയല്ലോ ഉണ്ണിക്കെന്നെന്നുമേറെ ഇഷ്ടം. കുഞ്ഞേടത്തിയെ തന്നെയല്ലോ ഉണ്ണിക്കെന്നെന്നുമേറെ ഇഷ്ടം. ഇത് ഒരു വിട പറയലല്ല, ഇത് ഒരു പുതിയ തുടക്കത്തിൻ്റെ മുന്നോടിയാണ്. ഒരു വർഷം പൂർത്തിയാക്കിയ സന്തോഷത്തോടെ, കൂടുതൽ മികച്ച ആശയങ്ങളുമായി, കൂടുതൽ ഉത്സാഹത്തോടെ വീണ്ടും നമ്മുടെ കാതുകളിൽ മാധുര്യമുള്ള ശബ്ദമായി FM മഡോണ 39.25 തിരികെ എത്തും. ഇന്ന് നമ്മോടുകൂടി ഉണ്ടായിരുന്നത് സിസ്റ്റർ ശോഭിത, ടീച്ചർ മിന്നു, ടീച്ചർ മീനാക്ഷി, ടീച്ചർ നിഷ, ടീച്ചർ സാദിയ, ടീച്ചർ ലവീന എന്നിവരാണ്. ഒരിക്കൽ കൂടി എല്ലാ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും നന്ദി അറിയിക്കുന്നു. നല്ല ചിന്തകൾ കൈവിടരുത്, സ്വപ്നങ്ങൾ ഉപേക്ഷിക്കരുത്, ആത്മവിശ്വാസം നഷ്ടപ്പെടുത്തരുത്.
അടുത്ത അധ്യയന വർഷം പുതിയ മാറ്റത്തോടെ കൂടുതൽ കരുത്തോടെ നമുക്ക് വീണ്ടും കാണാം. ദിസ് ഈസ് സൈനിങ് ഓഫ് RJ അമലീന. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് FM മരോന 39.25. പറയാം, പാടാം, കേട്ടു രസിക്കാം.